ഗർഭധാരണം എന്നത് പുതിയ ജീവന്റെ തുടിപ്പാണ്. മാതാപിതാക്കളാകാൻ കാത്തിരിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണിത്. ഗർഭധാരണം നടന്നാൽ മാത്രം പോരാ, ആരോഗ്യകരമായ ഗർഭം എന്നത് ഏറെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞെന്ന സ്വപ്നവും സാധ്യമാകൂ. എന്നാൽ ആരോഗ്യകരമായ ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഗർഭം ധരിച്ചാൽ തന്നെയും അത് കുഞ്ഞിന് നൽകാത്ത അവസ്ഥകളുമുണ്ട്. അബോർഷൻ മുതൽ അസ്ഥാനത്തുള്ള ഗർഭം വരെ ഇത്തരത്തിൽ കുഞ്ഞെന്ന സ്വപ്നത്തിന് തടസ്സം നിൽക്കുന്നതാണ്. കുഞ്ഞെന്ന സ്വപ്നത്തിന് തടസ്സം നിൽക്കുന്നത് മാത്രമല്ല, പല ഗുരുതര പ്രശ്നങ്ങളും വരുത്തുന്ന ഒന്നുകൂടി അമ്മയ്ക്ക് കൂടി അപകടകരമാവുന്ന സ്ഥിരമായ വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത്. ഗർഭധാരണം പുറംപോക്കൽ എന്ന് പറയുന്ന അവസ്ഥയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്നത്. സാധാരണ ബീജവും അണ്ടവും തമ്മിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് സംയോജിച്ചത് യൂട്രസിലേക്ക് നീങ്ങി യൂട്രസ് ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നതാണ് യഥാർത്ഥത്തിലെ ഗർഭധാരണം. എന്നാൽ യൂട്രസിലല്ലാതെ പലപ്പോഴും ഗർഭധാരണം നടക്കാം. ഇതിനാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. നാം നാടൻ ഭാഷയിൽ മുന്തിരിക്കുല ഗർഭം എന്ന് പറയും. ഇത്തരം ഗർഭധാരണം ഫെലോപ്പിയൻ ട്യൂബിലോ സെർവിക്സ് അഥവാ ഗർഭാശയകളത്തിലോ അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോ രൂപപ്പെടാം. ഇത്തരം ഗർഭം വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അമ്മയുടെ ജീവന് തന്നെ അല്ലെങ്കിൽ ഗർഭസംബന്ധമായ തകരാറുകൾക്ക് വരെ കാരണമായേക്കാം. ഫെലോപ്പിയൻ ട്യൂബിലെ ഗർഭധാരണം ട്യൂബൽ പ്രഗ്നൻസി എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ നാം മുന്തിരിക്കുല ഗർഭം എന്ന് പറയും. 90% കേസിലും ഇത്തരം ഗർഭധാരണമാണ് സംഭവിക്കുന്നത്. അതായത് യൂട്രസിന് പുറം ഭാഗത്ത് രൂപപ്പെടുന്ന ഗർഭത്തിൽ 90% ഇത്തരത്തിൽ ഫെലോപ്പിയൻ ട്യൂബിലാണ് രൂപപ്പെടുന്നത്. ഇത്തരം ഗർഭധാരണമെങ്കിൽ, അതായത് യൂട്രസിന് പുറത്തുള്ള ഗർഭധാരണമെങ്കിൽ, ചില ലക്ഷണങ്ങളും സാധാരണയാണ്. പെൽവിക് ഭാഗത്ത് വേദന, ലൈറ്റ് വജൈനൽ ബ്ലീഡിംഗ്, വയറിന് തകരാറ്, ഛർദി, കടുത്ത വയറുവേദന, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വേദന, തലചുറ്റലും ക്ഷീണവും, ഷോൾഡർ, കഴുത്ത്, റെക്ടം അഥവാ മലദ്വാര ഭാഗത്തായി വേദന എന്നിവയും ഉണ്ടാകും. ഗർഭധാരണ ശേഷം ഇത്തരം അസ്വസ്ഥതകളെങ്കിൽ ശ്രദ്ധ വേണം. ഇന്നത്തെ കാലത്ത് പല മെഡിക്കൽ പരിശോധനകളും ഇത്തരം ഗർഭധാരണം കണ്ടെത്താനും സഹായിക്കും. ഇത്തരം ഗർഭധാരണത്തിന് വ്യക്തമായ കാരണം ഇപ്പോഴും അറിയില്ല. ഫെലോപ്പിയൻ ട്യൂബിന് സംഭവിക്കുന്ന തകരാറുകൾ കാരണം ഇത്തരത്തിലെ ഗർഭധാരണം സംഭവിക്കാറുണ്ട്. ഇത് കാരണം അണ്ടവും ബീജവും സംയോജിച്ചുണ്ടാകുന്ന ഭ്രൂണത്തിന് ഫെലോപ്പിയൻ ട്യൂബിലൂടെ നീങ്ങി യൂട്രസിലെത്താൻ സാധിക്കുന്നില്ല. ഇതാണ് ഒരു കാരണമായി പറയുന്നത്. പുകവലി, പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ, 35 വയസ്സിന് മേൽ ഗർഭധാരണം, സെക്സ് സാംക്രമിക രോഗങ്ങൾ, പെൽവിക് സർജറി കാരണം വടുക്കൾ ഈ ഭാഗത്ത് രൂപപ്പെടുക, നേരത്തെ ഇത്തരം ഗർഭധാരണം, വന്ധ്യതാ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, ട്യൂബൽ ലിഗേഷൻ നടത്തിയോ ഇല്ലെങ്കിൽ ഇത് വീണ്ടും പഴയപടിയെ ആക്കിയതോ എല്ലാം കാരണങ്ങളാകാം. ട്യൂബ് കെട്ടിവെച്ച് ഗർഭധാരണം തടയുന്നതാണ് ട്യൂബൽ ലിഗേഷൻ. ട്യൂബൽ ലിഗേഷൻ റിവേഴ്സൽ എന്നതാണ് ഇതുപോലെ കെട്ടിവെച്ച ട്യൂബുകൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്നത്. ഗർഭനിരോധന വഴി വീണ്ടും കുട്ടികൾക്കായി മാറ്റുന്ന അവസ്ഥ. ഇതെല്ലാം തന്നെ അത്തരം ഗർഭധാരണത്തിന് കാരണങ്ങളായി പറയുന്നുണ്ട്. ഇതിനായി സർജറി ഉൾപ്പെടെ പല ചികിത്സാ രീതികളും ഇന്നത്തെ കാലത്ത് നിലവിലുണ്ട്. ഒരു തവണ ഇതുണ്ടായാൽ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയും കൂടുതലാണ്. ഇത്തരം അവസ്ഥ വേണ്ട സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ട്യൂബ് തന്നെ പൊട്ടിപ്പോവുകയോ മറ്റു പ്രശ്നങ്ങളിലൂടെയോ വന്ധ്യത തന്നെ ഫലമായി വരാം. അമ്മയുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകാം. ഇത്തരം ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത ഗർഭധാരണത്തിന് കുറഞ്ഞത് 3 മാസത്തെ ഇടവേളയെങ്കിലും നൽകുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയുമാണ് ട്യൂബൽ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.